ഞാനെന്നും ഈശ്വരനിതെന്നും തിരിഞ്ഞളവ ജ്ഞാനദ്വയങ്ങൾ പലതുണ്ടാവതിന്നുമിഹ മോഹം നിമിത്തമതു പോകും പ്രകാരമിഹ ചേതസ്സിലാഗമമ നാരായണായ നമ. ഞാനെന്നും ഈശ്വരനിതെന്നും തിരിഞ്ഞളവ ജ്ഞാനദ്വയങ്ങൾ പലതുണ്ടാവതിന്നുമിഹ മോഹം നിമിത്തം അതുപോകും പ്രകാരമിഹ ചേതസ്സിലാഗമമ നാരായണായ നമ. ഈ പ്രപഞ്ചത്തില് അജ്ഞാനം കാരണമായിട്ട് ഞാൻ എന്നും ഈശ്വരനെന്നും രണ്ടായി പിരിഞ്ഞ് രണ്ടു തരം അറിവുകൾ ഉണ്ടായി. അത് പോകത്തക്ക രീതിയിൽ എൻ്റെ മനസ്സിൽ ബോധമുദിക്കണം. താനെന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ അതിൽ ഉൾപ്പെടും. ബ്രഹ്മം ഒന്ന് വേറെ, പ്രപഞ്ചം ഒന്ന് വേറെ, അങ്ങനെ രണ്ടു തരം. ഈ ദ്വന്ദ്വബോധം മാറിയാൽ മാത്രമേ ജ്ഞാനോദയം ഉണ്ടാവുകയുള്ളൂ. ഈ ദ്വന്ദ്വബോധമാണ് നാനാത്വവും വൈവിധ്യവും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന മായ അഥവാ അജ്ഞാനം. ഞാൻ എന്നും എൻ്റേതെന്നുമായിട്ട് പ്രപഞ്ചത്തെ തന്നെ പലതായി തിരിച്ചുകൊണ്ട് നമ്മളിലും അവയിലുമായി നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സാംസ്കാരിക ജീവിതം നാം തന്നെയാണ് ഉണ്ടാക്കുന്നത്. അത് സുഖദുഃഖങ്ങൾക്ക് കാരണമായിത്തീരുന്നു. ഞാനും എൻ്റേതും തന്നെയാണ് സുഖദുഃഖങ്ങളായിത്തീരുന്നത്. എൻ്റേതല്ലാത്തതൊക്കെ ദുഃഖത്തിനും എൻ്റേതൊക്കെ സുഖത്തിനും നിദാനമായിട്ട് മാറുന്നുണ്ട്. ഞാനും എൻ്റേതും എല്ലാം ഒന്നായി തീർന്നാൽ പിന്നെ സുഖദുഃഖങ്ങളിൽ നിന്ന് രണ്ടും ഉണ്ടായിരിക്കുകയില്ല, സുഖം മാത്രമായിട്ട് മാറും. ആ ബോധം ഉള്ളിൽ ഉണ്ടാകുവാനാണ് ആരംഭത്തിൽ തന്നെ ആചാര്യൻ പ്രാർത്ഥിച്ചിട്ടുള്ളത്. സാമാന്യവും വിശേഷവുമായി തിരിഞ്ഞ് നാനാത്വവും വൈവിധ്യവും ഉള്ളിൽ സംഭവിക്കുന്നു. സാമാന്യം ബ്രഹ്മമാണ്. സാമാന്യമില്ലാതെ ഒരു വിശേഷം ഇല്ലല്ലോ. സാമാന്യത്തെ നമ്മൾ പരിമിതിക്കുള്ളിൽ ഒതുക്കി ചക്ഷുരാദിന്ദ്രിയ സന്നികർഷ ജ്ഞാനങ്ങളാക്കി മാറ്റിമറിക്കുകയാണ്. എന്ന് വെച്ചാല് സാമാന്യത്തിനെ നമ്മൾ പരിമിതിക്കുള്ളിൽ ഒതുക്കുകയാണ്. സാമാന്യം ബ്രഹ്മമല്ല, ബ്രഹ്മത്തിനെ നമ്മൾ നമ്മുടെ വട്ടത്തിനുള്ളിൽ ഒതുക്കുകയാണ്. എന്നിട്ട് കണ്ണ്, മൂക്ക് തുടങ്ങിയിട്ടുള്ള ഇന്ദ്രിയങ്ങൾക്ക് ഉതകുന്ന രീതിയിൽ മാറ്റിമറിക്കുക. ഇതാണ് മായ. ഈ മായ മാറിയാൽ മാത്രമേ മോക്ഷത്തിലേക്കുള്ള വഴി തെളിയുള്ളൂ എന്ന് ആചാര്യൻ പറയണു. ടങ്കും കുരങ്കവും എടുത്തിട്ടു പാതിയുടൽ ശംഖും രഥാംഗവും എടുത്തിട്ടു പാതിയുടൽ ഏകാക്ഷരം തവഹി രൂപം നിനപ്പവന് പോകുന്നു മോഹമതു നാരായണായ നമ. ടങ്കും കുരങ്കവും എടുത്തിട്ടു പാതിയുടൽ ശംഖും രഥാംഗവും എടുത്തിട്ടു പാതിയുടൽ ഏകാക്ഷരം തവഹി രൂപം നിനപ്പവന് പോകുന്നു മോഹമതു നാരായണായ നമ. ഇവിടെ സഗുണോപാസനയുടെ ഒരു കാര്യമാണ് പറയണത്. രൂപത്തിൽ നിന്ന് അരൂപത്തിലേക്ക് പോകുന്നതിനെ പറ്റി. ടങ്കും കുരങ്കവും എടുത്തിട്ട് പാതിയുടൽ. ടങ്ക് എന്ന് പറഞ്ഞാൽ മഴു, കുരങ്കം എന്ന് പറഞ്ഞാൽ മാന്. മഴുവും മാനും ധരിക്കുന്ന പാതി ശരീരം എന്ന് വെച്ചാൽ ശിവനാണ്. മഴുവും മാനും ഒക്കെ ധരിക്കുന്ന ആള് ശിവനാണ്. അപ്പൊ പകുതി ശരീരം ശിവനാണ്. ഇനി ശംഖും രഥാംഗവും. രഥാംഗം ചക്രം, ശംഖും ചക്രവും ഏന്തുന്നവൻ വിഷ്ണുവാണ്. ശിവനും വിഷ്ണുവും ചേർന്ന രൂപം സാകാരം. സാകാരത്തിലൂടെ നിരാകാരത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ അജ്ഞാനം അറ്റുപോകും. ഏകാക്ഷരം ബ്രഹ്മത്തിന്റെ രൂപമാണ്. ഏകാക്ഷരം എന്ന് വെച്ചാൽ ഒരേ ഒരു നാശമില്ലാത്ത സത്ത, അതാണ് അവിടുത്തെ രൂപം. ആ അക്ഷര പ്രണവം കൊണ്ട് അറിയപ്പെടുന്ന ഓം ബ്രഹ്മത്തിന്റെ നാദരൂപവും നാമരൂപവുമാണ്. പരബ്രഹ്മത്തെ കുറിക്കാൻ പറ്റിയ ഒരു ധ്വനി ഓം അല്ലാതെ വേറെ ഇല്ല. അതിലൊക്കെ ആ ഊ മ എന്ന മൂന്നക്ഷരം, മുമ്പിലും പിമ്പിലും നിൽക്കുന്ന നിശബ്ദത, ഇങ്ങനെ 4 ഭാവം ഓങ്കാരത്തിനുണ്ട്. തുടങ്ങുന്നതിന് മുമ്പ്, അപ്പൊ നമ്മൾ ഓം ചൊല്ലുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, തുടങ്ങുന്നതിന് മുമ്പ് നിശബ്ദത വേണം.
ആ ഊ മ തുടങ്ങിയിട്ട് വീണ്ടും ഒരു നിശബ്ദത ആവശ്യമുണ്ട്. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ നിശബ്ദതയാണ് ധ്യാനത്തിന്റെ സമയം. അങ്ങനെ ഇനി ഇത് എന്താന്ന് വെച്ചാൽ ഇതിന് പേരുണ്ട് ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, തുരീയം. ഇതുപോലെ കാര്യമായ സ്ഥൂല പ്രപഞ്ചവും സൂക്ഷ്മ പ്രപഞ്ചവും സൂക്ഷ്മതര പ്രപഞ്ചവും സൂക്ഷ്മതമമായ ബ്രഹ്മവുമാണ് ഇത്. സ്ഥൂലത്തിൽ നിന്നും തുടങ്ങി സൂക്ഷ്മതമമായ നിർഗുണാവസ്ഥയെ കുറിക്കാൻ ഇതിൽ പറ്റിയ ഒരു ശബ്ദം വേറെ കണ്ടെത്താനാവില്ല. എന്ന് വെച്ചാൽ രൂപത്തിൽ തുടങ്ങി രൂപമില്ലാത്ത അവസ്ഥയിൽ പോയിട്ട് ശാന്തിയിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ മൗനത്തിലേക്ക് എത്തുന്ന സാധന. അതാണ് മൗനത്തിൽ നിന്ന് തുടങ്ങിയിട്ട് ബ്രഹ്മ, വിഷ്ണു, ശിവ തത്വങ്ങളായിട്ടുള്ള ആ ഊ മ കഴിഞ്ഞിട്ട് വീണ്ടും മൗനത്തിലേക്ക് എത്തുന്ന ഓങ്കാര സാധന. ഇനി ഇതിന്റെ ആന്തരികാർത്ഥാണ് പറയണത്. മഴു മായയെ മുറിക്കുന്ന ഉപകരണമാണ്. മാന് അന്വേഷിക്കുന്ന വസ്തുവാണ്. മാൻ അന്വേഷിക്കപ്പെടുന്ന വസ്തു. മൃഗം എന്ന ശബ്ദത്തിന്റെ യോഗാർത്ഥം അങ്ങനെയാണ് പറയുന്നത്. സത്യത്തിലെത്താൻ നമ്മൾ എല്ലാ വികല്പങ്ങളെയും മുറിക്കണം. അപ്പൊ മാൻ എന്ന അന്വേഷണം മഴു എന്നുള്ള മുറിക്കണ ഉപകരണം, വെട്ടണ ഉപകരണം. എല്ലാ വികല്പത്തെയും മുറിച്ചിട്ട് വേണം സത്യത്തിലെത്താൻ. എല്ലാ രൂപത്തെയും മുറിച്ചിട്ട് വേണം അരൂപ ബ്രഹ്മത്തിലെത്താൻ. പക്ഷെ അതിൽ രൂപത്തിലെത്തിയേ പറ്റൂ. രൂപത്തിലെത്തിയിട്ട് കോണിയിലൂടെ കയറിയിട്ട് കോണി തട്ടിക്കളയുന്നത് പോലെയാണിത്. കോണി ഇല്ലാതെ കയറാൻ പറ്റില്ല. സത്തയും അതിനെ സാക്ഷാത്കരിക്കാനുള്ള സാധനയാണ് കുരങ്കം ടങ്കം എന്ന് ഓർക്കുക. ശംഖ് നാദബ്രഹ്മത്തിന്റെ പര്യായം. ചക്രം മാറിക്കൊണ്ടിരിക്കുന്ന ജീവിതം, കറങ്ങിക്കൊണ്ടിരിക്കുന്ന. അപ്പോ സൂക്ഷ്മം സ്ഥൂലമായിട്ടും സ്ഥൂലം സൂക്ഷ്മമായിട്ടും മാറിക്കൊണ്ടിരിക്കുന്നു. ലൗകികാനുഭവത്തിന്റെ ചിഹ്നങ്ങളാണ് മായാബദ്ധമായി സ്ഥൂല സൂക്ഷ്മങ്ങളെ കുറിക്കുന്ന നമ്മുടെ ബോധത്തിന്റെ പരിണാമത്തെ വിഷ്ണുവും സാധന കൊണ്ട് ആ പരിണാമ സ്വഭാവം വിട്ടിട്ട് യഥാർത്ഥ സത്തയായി തീരുന്ന അവസ്ഥ ശിവനും കുറിക്കുന്നു. അപ്പോ ബോധത്തിന്റെ മാറ്റത്തെയാണ് വിഷ്ണു കുറിക്കുന്നത്. എന്ന് വെച്ചാൽ വിഷ്ണു സ്ഥിതിയുടെ ആള് എന്നാണല്ലോ എപ്പോഴും പറയാ. ശിവൻ സംഹാരം. അപ്പൊ സ്ഥിതി എന്ന് പറഞ്ഞാല് പരിപാലനം തത്വം, പിന്നെ സംഹാരം എന്ന് പറഞ്ഞാൽ മരണം എന്നുള്ള അർത്ഥത്തിലാണ് സാമാന്യമായിട്ട് എടുക്കാറ്. പക്ഷെ അതല്ല. ബോധത്തിന്റെ പരിണാമത്തെ വിഷ്ണു എന്ന് പറഞ്ഞാൽ ആ മാറ്റത്തിന്റെ ചലനത്തെയാണ് കുറിക്കുന്നത്. ആ പരിണാമ സ്വഭാവം വിട്ടിട്ട് സ്റ്റാറ്റിക് ആയിട്ടുള്ള അവസ്ഥ, മൗനത്തിന്റെ ലയത്തിന്റെ അവസ്ഥയാണ് ശിവൻ കുറിക്കുന്നത്. അങ്ങനെ വേണം നമ്മൾ യോഗിക്കായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ. ഇവിടെ ശിവൻ വിഷ്ണു ഇവരുടെ സംയുക്തമായിട്ടുള്ള രൂപം ആധ്യാത്മികവും ലൗകികവുമായ ജീവിതങ്ങളുടെ ഏകീകരണമാണ്. ഢായങ്ങൾ ഗീതമിവ നാദപ്രയോഗമുടൻ ഏകശ്രുതിങ്കൽ ഒരുമിക്കുന്ന പോലെ പരം ഏകാക്ഷരത്തിൽ ഇതടങ്ങുന്നു സർവവും ഇതാകാശ സൂക്ഷ്മതനു നാരായണായ നമ. ഢായങ്ങൾ ഗീതമിവ നാദപ്രയോഗമുടനേക സ്തുതിങ്കൽ ഒരുമിക്കുന്ന പോലെ പരം ഏകാക്ഷരത്തിൽ ഇതടങ്ങുന്നു സർവവും ഇതാകാശ സൂക്ഷ്മതനു നാരായണായ നമ. ഢായങ്ങൾ ഗീതമിവ നാദപ്രയോഗം ഉടൻ ഏകശ്രുതിങ്കൽ ഒരുമിക്കുന്ന പോലെ എന്ന് പറഞ്ഞാല് ശ്രദ്ധിക്കണം. ഗമകങ്ങൾ എന്ന് പറയും സംഗീതത്തില്. 7 എണ്ണാണ് സംഗീതത്തിലെ ഗമകങ്ങൾ. ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം, ദൈവതം, നിഷാദം. ഇങ്ങനെ 7 ഗമകം. രാഗം, ശബ്ദധ്വനി. എങ്ങനെയാണ് ഇത് എല്ലാം ഒരു ശ്രുതിയിൽ യോജിക്കുന്നത്? അതുപോലെ ഏകാക്ഷരത്തില് ഈ പ്രപഞ്ചം മുഴുവൻ അടങ്ങുന്നു. ഒരൊറ്റ അക്ഷരത്തില് അല്ലെങ്കിൽ ഒരൊറ്റ പരമ്പൊരുളില് ഈ പ്രപഞ്ചം മുഴുവൻ അടങ്ങുന്നു. ആ ബ്രഹ്മം ആകാശം പോലെ അതിസൂക്ഷ്മമാണ്.
ഒരു ശ്രുതിയെ തന്നെ ധ്വനിയായിട്ടും രാഗമായിട്ടും സ്വരമായിട്ടും വേർതിരിക്കാൻ കഴിയുമെങ്കിലും അവയൊക്കെ ഒറ്റ ഭാവമുള്ളതാണ്. അതാണ് ശ്രുതി എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ സത്യം ലോകത്തിന്റെ നാനാത്വം മുഴുവൻ ചേർന്ന ഒന്നാണ്. അപ്പൊ അതിന്റെ രൂപം ആകാശം പോലെ സൂക്ഷ്മാണ്. ശബ്ദഗുണ ശബ്ദഗുണം കൊണ്ട് പ്രപഞ്ചത്തിന്റെ ഒക്കെ പിന്നില് പ്രപഞ്ചമായി തീർന്നു നിൽക്കുന്ന ഓങ്കാരവും ആകാശം പോലെ സൂക്ഷ്മാണ്. പക്ഷേ ആ ഓങ്കാര ശരീരത്തോടു കൂടിയിരിക്കുന്ന ബ്രഹ്മം എന്താണ്? ഓങ്കാരത്തിനേക്കാൾ സൂക്ഷ്മാണ്. ഓങ്കാരവും ഒടുവിൽ ബ്രഹ്മത്തിൽ തന്നെ ലയിച്ചു നിൽക്കും. ഇപ്പൊ നമ്മൾ ഓം ചൊല്ലുന്ന സമയത്ത് ഓമിന്റെ ലയത്തിന്റെ ഓം കഴിഞ്ഞാൽ ആ ലയത്തിലേക്ക് സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് അത് ബ്രഹ്മായതുകൊണ്ടാണ്. അപ്പൊ ഓങ്കാരത്തിന്റെ ഒടുവില് ബ്രഹ്മമാണ് ഉള്ളത്. സംഗീതത്തില് ശ്രുതി ഒഴിച്ചുള്ളതൊക്കെ അസത്യാണ്. അതുപോലെ തന്നെ പരമാത്മാവ് ഒഴികെയുള്ള ഏതും അസത്യവുമാണ്, മിഥ്യയും ആണ്.